ചെരുപ്പൊക്കെ തുന്നുന്ന ഒരു ചേട്ടൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേട്ടനോട് ചോദിച്ചോ. ചേട്ടൻ ആ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കത്തനൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കണ്ണൂർ വന്നപ്പോഴത്തേന് വഴിയോരങ്ങളിൽ ഒരുപാട് കച്ചവടമൊക്കെ നടത്തുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടാ വെയിലാണ്. ഈ ഒരു വെയിലത്ത് ഇവർ ഈ ഒരു വഴിയോരങ്ങളിൽ ജോലി ചെയ്യുമ്പോഴത്തേന് അവരുടെ ആ ഒരു ജീവിതവും അവരുടെ കച്ചവടവും എങ്ങനെയൊക്കെയാണെന്നും അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അല്ല മുടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഇപ്പം വന്നപ്പോഴത്തേന് ഞങ്ങൾ കണ്ണിൽ കണ്ട ഒരു കാഴ്ച നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അവസാനം വരെ കൂടെ ഉണ്ടാവുക. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അവരോട് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റേക്ക് ഇറങ്ങുമ്പോഴത്തേന് എന്താ ഒരു ലോട്ടറി കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന ഒരു സ്റ്റാളും ആദ്യം കിട്ടുന്ന ഒരു ഷോപ്പുമാണ് നമ്മൾ ഇപ്പം നിങ്ങൾ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്താ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കത്തനൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെ പേരെങ്ങനെയാണ്? ജഗേഷ് ബാബു. എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? അതെയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആരെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ചേട്ടൻ ഇവിടെ വന്നിട്ട് എടുത്തിട്ട് ആരെങ്കിലും വന്നിട്ട് എനിക്ക് അടിച്ചെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഈ നാട്ടുകാരാണോ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? പുറത്തു നിന്നുള്ളവരൊക്കെയാണോ? അതെയോ? ഇവിടെ ഭയങ്കര വെയിലിൽ അടിച്ച് കയറുന്നുണ്ടല്ലോ. ക്യാമറയിലൊക്കെ വീഴുന്നുണ്ട്. എന്താ ഈ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ കാരണം? ഒന്നുമില്ല, അങ്ങനെ നമുക്കിവിടെ വണ്ടിയിൽ പല ആളും പോയി വരുന്നില്ല. അപ്പൊ അങ്ങനെ ബിസിനസ് നടക്കുന്നുള്ള. അതെയോ? ഈ ഒരു തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് സന്തോഷമാണോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഒപ്പിച്ചു പോവാം, തട്ടി മുട്ടി പോവാ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം താങ്ക് യു ചേട്ടാ. നമ്മളങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. ശരി. കാരണം കാരണം വെയിൽ കറക്റ്റ് ഫ്രണ്ടിലേക്കല്ലേ അടിച്ചു കയറുന്നത്. അതുകൊണ്ട് അവർ കർട്ടൻ ഇട്ടിട്ടാണ് കേട്ടോ അവർ പണി ചെയ്യുന്നത്. അതെ അതെ അതെ. ഞാനും ഒന്നും അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നു വരുമ്പോഴത്തേനും ഇവിടെ മാലയും പിന്നെ അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു ഓർണമെന്റ്സ് ഒക്കെ ജെൻസിന്റെ കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാൾ പോലെ ചേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പേരെന്ന് പറയാം ചേട്ടാ? ചേട്ടൻ്റെ പേര് അമീർ. അതെ, പൊന്തയും അതുപോലെയുള്ള മാലയും വളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മേടിക്കാൻ വരുന്നവർ നോർത്ത് ഇന്ത്യൻസ് ആണോ നമ്മുടെ നാട്ടുകാരൊക്കെയാണോ? അതെയോ? എങ്ങനെ ഇത് സൺഡേ മാത്രമേ ഉള്ളൂ? ഇന്നിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കച്ചവടം കൊണ്ട് ചേട്ടന് ഒരു ദിവസം എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാണോ? ഹാപ്പിയാണോ? ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ യങ്സ്റ്റേഴ്സ് ആണോ വരുന്നത്? അത് ഇത്ര പ്രായമുള്ള ആൾക്കാർ? മറ്റുള്ള ഇതേപോലെ എല്ലാം വരുന്നുണ്ട്. ഞായറാഴ്ച ദിവസമാണ് അവർക്ക് കൂടുതൽ, മറ്റുള്ള ദിവസം നാട്ടുകാർ ചില്ലറ. അതെ അല്ലേ? ഈ പുതിയ മോഡൽ സാധനങ്ങളൊക്കെ ചേട്ടൻ ഇങ്ങോട്ട് ഇറക്കുമ്പോഴത്തേനും ഓരോരുത്തർ പുതിയ കസ്റ്റമേഴ്സ് ആണോ വരുന്നത്? പഴയ കസ്റ്റമേഴ്സിന് അങ്ങനെ സ്ഥിരം കസ്റ്റമേഴ്സ് ഇല്ലല്ലോ. ഇത് വെച്ചാൽ അങ്ങനെ സ്ഥിരം എല്ലാവർക്കും പോകുമ്പോൾ കാണുമ്പോൾ ഓരോരുത്തർ ഓരോ. ചേട്ടൻ ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴത്തേനും ഇങ്ങനെ വിളിച്ചു വരുമോ? വന്ന് നോക്കാൻ അങ്ങനെയൊന്നുമില്ല, വന്ന് കാണുക. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു സംഭവം കൊണ്ട് ചേട്ടൻ ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇച്ചിരി നല്ല തണലുള്ള ഏരിയ ആയതുകൊണ്ട് അല്ലേ കംഫർട്ടായിട്ട് വന്ന് മേടിക്കാൻ പറ്റും. പിന്നെ ചേട്ടൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഒരു ഏരിയയിൽ. അല്ലേട്ടാ ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോഴത്തേനും ഇവിടെ ചെരുപ്പൊക്കെ തുന്നുന്ന ഒരു ചേട്ടൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടൻ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ചേട്ടനോട് നോക്കി. ചേട്ടൻ പേരെന്ന് പറയോ? രാജു എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഇവിടെ ചെരുപ്പൊക്കെ തുന്നുന്ന ഒരാളാണ്. ചേട്ടാ, എങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ തുന്നാൻ വേണ്ടിയിട്ട്? ഇഷ്ടം പോലെയൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെയാണോ കൂടുതലായിട്ട് വരുന്നത്? പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സൊക്കെയാണോ? വരുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു ജോലി കൊണ്ട് ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമായിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? ഈ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ചൂടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തെയൊക്കെ എങ്ങനെയാണ്? വർഷങ്ങളായിട്ട് ചേട്ടൻ ഈ ഒരു ജോലി തന്നെയായിരുന്നു? എന്തെങ്കിലും ഈ തൊഴിൽ മാറ്റിയിട്ട് വേറൊരു തൊഴിലൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടോ? എൻ്റെ 9 വയസ്സിൽ തുടങ്ങിയത്. 9 വയസ്സിൽ തുടങ്ങിയതാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്.
അപ്പോൾ അത്രയും വയസ്സിൽ ചേട്ടൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും ചേട്ടൻ വളരെ സന്തോഷമായിട്ട് ഈ ജോലി ചെയ്യുന്നല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് നമ്മുടെ എല്ലാവരോടും സംസാരിച്ച്. ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആശയം, അതായത് ഒരു കണ്ടന്റ് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുതന്ന അമ്മൂട്ടിയാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കണ്ണൂരിലുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടു, നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേനും പല കച്ചവടക്കാർ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ വരെ ഇനിയും ടൈമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കിട്ടിയപ്പോഴത്തേന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ കച്ചവടമൊക്കെ എങ്ങനെയാണ്, ഇവർ ഹാപ്പി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് തന്നത് അമ്മൂട്ടിയാണ് കേട്ടോ. ആ ആശയം ഞങ്ങൾ വ്ളോഗിലൂടെ നിങ്ങൾക്കും കാണിച്ചു തന്നു. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, അമ്മൂട്ടി എന്താണ് പറയാനുള്ളത്? അവർ ആ ജോലി കൊണ്ട് അവർ ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം ഷോപ്പിൻ്റെ അകത്തിരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഷോപ്പിൻ്റെ പുറത്തിരിക്കുന്നവർക്ക് ആ വെയിലും കഷ്ടപ്പാടും എത്രത്തോളം നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ ആ ജോലി കൊണ്ട് അവർ ഹാപ്പിയാണ്, അവരെ കുടുംബം അതോടെ സന്തോഷത്തോടെ പോകുന്നതാണ് അവർ പറയുന്നത്. അതെ അതെ. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മടുപ്പും ഇല്ല, കാരണം അത് അവരുടെ തൊഴിലാണ്. അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതൊരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നു. നമ്മളെ പോലെ തന്നെ വെയിൽ വരുമ്പോഴത്തേനൊക്കെ അവർ പല രീതിയിൽ ചിലപ്പോൾ കർട്ടനിട്ട് താത്തിയിട്ടുണ്ടാവും. അതെ, ചിലവര് എന്തെങ്കിലും ബോർഡ് കഷ്ണം വെച്ചിട്ടായിരിക്കും മറക്കുന്നത്, മേൽക്കൂര പണിത് അവർ ജോലി ചെയ്യുന്നത്. പക്ഷെ അവരെന്തുകൊണ്ട് അവർ ഹാപ്പിയാണ് കേട്ടോ. അതെ അതെ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ സമയമായി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.